നമ്മളിപ്പോൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ മീനമാസ പൂജകൾക്കായിട്ട് നട തുറന്നു. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. രാവിലെ 5 മണിക്ക് തന്നെയാണ് നട തുറന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതുതായിട്ട് ഈ ക്രമീകരണങ്ങൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ്. ഫ്ലൈ ഓവർ ഒഴിവാക്കിക്കൊണ്ടുള്ള ദർശനമാണ് ശബരിമലയിൽ നടക്കുക. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് പ്രവീൺ പുരുഷോത്തമനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പ്രവീൺ, സ്വാമി ശരണം, വെരി ഗുഡ് മോർണിംഗ്. നല്ല തിരക്കാണെന്ന് അറിയുന്നു. രാവിലെ തന്നെ മീനമാസ പൂജയ്ക്കായിട്ട് നട തുറക്കുമ്പോൾ എങ്ങനെയാണ് പുതിയ ക്രമീകരണം? ഭക്തജനങ്ങൾക്കത് സൗകര്യമാണോ? കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഫ്ലൈ ഓവർ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് പ്രവീൺ? സ്വാമി ശരണം, ഗുഡ് മോർണിംഗ് അരുൺ. ശബരിമലയിൽ പുതിയ ദർശന രീതി ഇപ്പോൾ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രനട തുറന്നപ്പോൾ മുതലാണ് ഈ പുതിയ ദർശന രീതി നടപ്പാക്കിയത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് നട തുറന്നപ്പോൾ മുതലും ഈ ദർശന രീതി തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു വ്യത്യാസമുള്ളത്, ഈ 18-ാം പടി കയറി വരുന്ന ഭക്തരെ ഫ്ലൈ ഓവർ വഴി കയറ്റി പിന്നീട് അവരെ കൊടിമര ചുവട്ടിലേക്ക് എത്തിച്ച് അതിനുശേഷം ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഒരു വ്യത്യാസമുള്ളത്, 18-ാം പടി കയറി വരുന്ന ഭക്തരെ നേരെ കൊടിമര ചുവട്ടിലേക്ക് എത്തിച്ച് അവരെ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ തിരക്ക് നല്ല തോതിലുണ്ട്. അതുകൊണ്ടാണ് ഫ്ലൈ ഓവർ വഴി തന്നെ ഭക്തരെ കയറ്റിവിട്ട് അവരെ ഈ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ നമ്മോടൊപ്പമുണ്ട്. ഈ പുതിയ രീതി വിജയകരമാണോ? പുതിയ രീതി വിജയകരമാണ്, ഒരു സംശയമില്ല. കാരണം 1986 ഡിസംബർ 20-നാണ് ഫ്ലൈ ഓവർ വരുന്നത്. 40 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഭക്തജനങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് പോകുന്നത്. എത്രയോ ഭക്തജനങ്ങൾ കത്തിലൂടെയും ഫോണിലൂടെയും എന്നോട് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെയും കോടതിയുടെയും പോലീസിൻ്റെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സാധ്യമായത്. ഇതുവഴി നമ്മൾ പുതിയ പദ്ധതി ദർശന രീതി നടപ്പിലാക്കിയത് വഴി ഭക്തജനങ്ങൾക്ക് 20 മുതൽ 25 സെക്കൻഡ് വരെ കിട്ടുന്നുണ്ട്. എന്നാൽ പഴയ രീതി വഴി 4-5 സെക്കൻഡേ കിട്ടുമായിരുന്നുള്ളൂ. പലപ്പോഴും ദർശനം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചോദിക്കുന്നത്, ഈ പുതിയ ദർശന രീതി അത് തുടരുമോ എന്നുള്ള, വിഷുപൂജയ്ക്കും മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തും കാണുമോ എന്നും ചോദിക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട, ഈ ദർശന രീതി തുടരും. പക്ഷെ തിരക്ക് വല്ലാതെ കൂടി വരുമ്പോൾ നമുക്ക് ഫ്ലൈ ഓവർ വഴിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ തിരക്കില്ലാത്ത സമയത്ത് ഭഗവാനെ യഥേഷ്ട സമയം ദർശനം കൊടുക്കുന്ന രീതി തീർച്ചയായും ദേവസ്വം ബോർഡ് തുടരും. ഇതൊരു ട്രയലാണ്. ചെറിയ ചെറിയ പിഴവുകളുണ്ട്. അതെല്ലാം തിരുത്തി കൂടുതൽ മികവോടുകൂടി വിഷുപൂജയ്ക്ക് നടപ്പിലാക്കാനാണ്, ഇത് തുടർന്നു പോകാനാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. അരുൺ, 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊടിമര ചുവടിൽ കൂടി നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് അയ്യപ്പ ഭക്തരെ എത്തിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം തയ്യാറെടുപ്പുകൾ നടത്തി തന്നെയാണ് ദേവസ്വം ബോർഡ് അത് ചെയ്തിരിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ സമയം ദർശനം അനുവദിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ ദർശന രീതി തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. പക്ഷേ ഒരു കാര്യം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്, തിരക്ക് അനിയന്ത്രിതമാണെങ്കിൽ ഫ്ലൈ ഓവർ വഴി മാത്രം കയറ്റി പഴയ രീതിയിൽ തന്നെയായിരിക്കും ദർശനം നടത്തുക. കാരണം ഈ മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ പ്രതിദിനം 80,000, 90,000, 1 ലക്ഷത്തിലേക്കൊക്കെ ഭക്തരുടെ എണ്ണം എത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാവരെയും 18-ാം പടി വഴി കയറ്റി നേരിട്ട് കൊടിമരത്തിൽ കൂടി ആ ഭാഗത്തുകൂടി കയറ്റി ദർശനം നടത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും പരമാവധി തിരക്ക് കുറയുന്ന സമയങ്ങളിൽ ഈ കൊടിമര ചുവട്ടിൽ കൂടി ഇരുവശങ്ങളിൽ കൂടിയും ഭക്തരെ ശ്രീകോവിലിന് മുന്നിലേക്ക് കടത്തിവിടും എന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഭക്തരും ഇപ്പോൾ ഈ പുതിയ ദർശന രീതിയോട് യോജിക്കുന്നുണ്ട്. അവർക്ക് 20 മുതൽ 25 സെക്കൻഡ് വരെ ദർശനം സാധ്യമാകുന്നുണ്ട്. പഴയ രീതിയിലാണെങ്കിൽ ഈ ഫ്ലൈ ഓവർ വഴി കടന്നു വന്ന് സമാന്തര രീതിയിലുള്ള ദർശനമാണെങ്കിൽ അത് കേവലം സെക്കൻഡുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് ഈ പുതിയ ദർശന രീതിയും പഴയ ദർശന രീതിയും തമ്മിലുള്ള വ്യത്യാസം. അരുൺ. ഓക്കെ, താങ്ക് യു പ്രവീൺ.